ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഉത്സവങ്ങൾക്കും പെരുന്നാളുകൾക്കും അതുപോലെ ഫെസ്റ്റിവൽസിനും ഒക്കെ പോകുമ്പം സ്റ്റാളിൽ നമുക്ക് കിട്ടാറുള്ള ഒരു കോളിഫ്ലവർ ഫ്രൈ ഉണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൽ വരുന്നത് ഒരു മീഡിയം സൈസ് കോളിഫ്ലവറിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ എടുത്തിട്ടുണ്ട്, അമേരിക്കൻ മാവ് 1 കപ്പ്, ജിഞ്ചർ പൗഡർ, ഗാർലിക് പൗഡർ, പെപ്പർ പൗഡർ 3 1/2 ടീസ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. അതുപോലെ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആഡ് ചെയ്യാവുന്നതാണ്. കോൺഫ്ലവർ 2 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, കളറിന് വേണ്ടിയാണ് ആഡ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ പഞ്ചസാരയും ആഡ് ചെയ്യുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി, 2 മുളക് എടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ സോയാ സോസും നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിന് ഉപ്പും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് വെള്ളം ചൂടാക്കി ഉപ്പ് ആഡ് ചെയ്യാം. ഇവിടെ നമുക്ക് കോളിഫ്ലവർ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും നമുക്കിതെടുത്ത് വാങ്ങി മാറ്റി വെക്കാവുന്നതാണ്. ഇത് വെള്ളം പോകാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് മിക്സിംഗ് ബൗളിലോട്ട് അമേരിക്കൻ മാവും കോൺഫ്ലവറും അരിപ്പൊടിയും പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുക. ഒന്ന് ചെറുതായിട്ട് പെട്ടെന്നൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. അതുപോലെ തന്നെ പെപ്പർ പൗഡർ, ഗാർലിക് പൗഡർ, ജിഞ്ചർ പൗഡറും കൂടെ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയും ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്കിവിടെ ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സോയാ സോസ് ഇവിടെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ വിനാഗിരിയും കൂടെ ആഡ് ചെയ്യുക. ഇനി നമുക്കിത് പയ്യെ മിക്സ് ചെയ്യാൻ തുടങ്ങാം. കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് കട്ട കെട്ടാതെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഇത് കിട്ടണം, നീണ്ടു പോകരുത്. ഇനി നമുക്ക് കോളിഫ്ലവറും കൂടെ ഇട്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതെടുത്ത് മാറ്റി വെക്കാം. ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് 1/2 മണിക്കൂറെങ്കിലും ഇരിക്കണം. 1-2 മണിക്കൂർ ഇരിക്കുകയാണെങ്കിൽ നല്ലതാണ്. കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വറുത്തെടുക്കാം. നമ്മളിത് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. മീഡിയം ഹീറ്റിൽ ഡീപ്പ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡിയായി. ഇതൊരു അടിപൊളി റെസിപ്പിയാണ്, ട്രൈ ചെയ്ത് നോക്കുക. മറക്കാതെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.